PC ജോർജ് BJP-യിലേക്ക് പോയേക്കുവാണ്. BJP മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ച് കൊന്ന അതയാളെ ചുമ്മാ വിട്ടിട്ട് 5 സീറ്റ് കിട്ടുമെന്നൊക്കെ ബെഡായി പറയുന്നതാണ്. അദ്ദേഹം കുറെ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇനി കൂടുതൽ അവരെ പറ്റി പറയാനില്ലല്ലോ. പറയുമ്പം ഗാന്ധിജിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോടൊന്നും എല്ലാവർക്കും യോജിക്കാനൊന്നും പറ്റത്തില്ല. സുരേഷ് ഗോപി ജയിക്കുമോ തൃശ്ശൂര്? തുണി മേടിക്കാൻ കാശില്ലാത്തവൻ്റെ അടുത്ത്, തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ അടുത്ത്, സ്വന്തമായി വീടില്ലാത്തവൻ്റെ അടുത്ത് ശ്രീരാമന്റെയും സീതയുടെയും കാര്യം പറഞ്ഞിട്ട് രക്ഷയുണ്ടോ? ആ ഒരു സാഹചര്യം അല്ലല്ലോ മണിയാശാനി. എന്ത് സാഹചര്യം? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹം വ്യക്തിപരമായി മണിയാശാനോട് പറഞ്ഞേക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു പ്രസംഗം വന്ന് വിവാദം വന്നപ്പം അത് പിന്നെ അതുകൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ നിന്നാൽ അവരെ ചെറുക്കുന്ന കാര്യത്തിലും വിഷമം വരും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. മനുഷ്യൻ PC ജോർജ് ഇപ്പം ഇടതുപക്ഷത്തിന്റെ കൂടെയൊന്നു, UDF-ന്റെ കൂടെ ഇപ്പൊ BJP-യിലേക്ക് പോയേക്കുവാണ് PC ജോർജ്. അതിപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണല്ലോ. ലോഹിയാണ്. ഇപ്പം ഞാൻ കുറെ ആയി കണ്ടിട്ട്, നിയമസഭയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ചു നാളായി കണ്ടിട്ടും കേട്ടിട്ടും ബന്ധപ്പെട്ടിട്ടും. അദ്ദേഹം ഇപ്പം BJP പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അദ്ദേഹം BJP-യിലൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിപ്പം അദ്ദേഹത്തെ നയിക്കുന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ നയിക്കുക. അതിന് നമ്മളിപ്പം എന്ത് ചെയ്യാൻ പറ്റും? LDF-ന്ന് പുറത്തുപോയി, പിന്നെ കോൺഗ്രസിലും ഇല്ല, UDF-ലും ഇല്ല. അപ്പൊ ഒരു ദേശീയ പാർട്ടികൾ ചേർന്നു എന്നല്ലേ ഉള്ളൂ. ദേശീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ദേശീയ പാർട്ടി പോലെ അങ്ങനെ കാണാവുന്ന ഒരു പാർട്ടിയല്ല BJP. BJP മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ച് കൊന്ന സംഘം നയിക്കുന്നതാണ് BJP. RSS ആണ് അവരെ നയിക്കുന്നത്. RSS-ന്റെ സിദ്ധാന്തവും RSS-ന്റെ കാഴ്ചപ്പാടുകളിലൂടൊന്നും മനുഷ്യസ്നേഹമുള്ള ആർക്കും പോകില്ല, യോജിക്കാൻ കഴിയില്ല. അതെ, അവര് മതപരമായി വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മതവും അവരത് മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊന്നും അല്ല ശരി, ബാക്കിയുള്ളതിലൊന്നും ഒരു ശരിയുമില്ല എന്ന് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുകയും ഒരു നിലയിലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലുള്ള സംഭവഗതികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവർ. അതാണ് അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന വർഗീയ ലഹളയിലും പിൽക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ തെറ്റും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഗാന്ധിജി വധം തന്നെയാണ്. ഗാന്ധിജി വധം അവരുടെ ഒരു അജണ്ടയാണ്. അവരെത്ര പ്രാകൃതമായി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഗാന്ധിജി വധം എന്ന് പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇനി കൂടുതൽ അവരെ പറ്റി പറയാനില്ലല്ലോ. മഹാത്മാഗാന്ധി അദ്ദേഹം നിരുപദ്രവകാരിയായിരുന്നു. അദ്ദേഹം എന്താ ഉദ്യോഗം ചെയ്തു? അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഹിംസാവാദം ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ആരും ഏതും ഇല്ലാതിരുന്നപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതാൻ ദേശീയ പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകുന്ന വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതിന് മുമ്പ് കോൺഗ്രസ് രൂപം കൊണ്ടെങ്കിലും അതിന് നല്ല വ്യക്തതയൊന്നും ഇല്ലായിരുന്നു. ഗാന്ധിജി നേതൃനിരയിലേക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ ഇത് പറയുമ്പം ഗാന്ധിജിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോടൊന്നും എല്ലാവർക്കും യോജിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തെ കൊന്നത് തന്നെ, ആ കൊന്നതിന് നേതൃത്വം കൊടുത്തവര് ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ RSS നയിക്കുന്ന ഗവൺമെൻറ്, നരേന്ദ്രമോദി അതിൻ്റെ നേതാവാണ്, അതിൻ്റെ പ്രവർത്തകരാണ്. ഇത്തരം ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ച് ദീർഘകാല വീക്ഷണത്തിലാണ് ഗാന്ധിജിയെ കൊന്നിരിക്കുന്നത്. ഗാന്ധിജിയെ മാത്രമല്ല, അങ്ങനെ നിരവധി ആളുകളെ അവർ സ്വതന്ത്രാനന്തര ഇന്ത്യയെ കൊല ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കൊന്ന പാർട്ടിയോടൊപ്പമാണ് ഇപ്പോൾ PC ജോർജ്
ചേർന്നിരിക്കുന്നത്. പി സി ജോർജ് പറഞ്ഞേക്കണ ഒരു ലോകസഭയിൽ 5 സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞേക്കണം. എവിടെ? കേരളത്തില്. അത് അയാളെ ചുമ്മാ വിട്ടില്ല. അങ്ങനെ തൽക്കാല സാധ്യതയില്ല. അത് കേരളത്തിലെ അന്തരീക്ഷം യു പിയിലെയോ മധ്യപ്രദേശിലെ അന്തരീക്ഷം അല്ലല്ലോ. ഇവിടെ അല്ലേ കോൺഗ്രസ് തകരണം പൂർണ്ണമായി, അത് സാധ്യതയില്ല. കോൺഗ്രസ് UDF എന്ന നിലയിൽ ശക്തമായുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് CPM CPI അടക്കമുള്ള പാർട്ടി മറ്റ് ജനാധിപത്യ പാർട്ടികളും ചേർന്നുള്ള മുന്നണിയുണ്ട്. ഇതിനിടയ്ക്കുന്ന് ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. 5 സീറ്റ് കിട്ടുമെന്നൊക്കെ ബഡായി പറയുന്നതാണ്. അദ്ദേഹം കുറെ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണ് മണിയാശാന്റെ വിശ്വാസം. പിന്നെ എൻ്റെ വിശ്വാസം അതാ. അതിന് 2 കാരണം. ഒന്ന്, UDFും കോൺഗ്രസും അത്ര ദുർബലമാകണം. അതെന്നും നാളുകൾ കൂടുമാറി BJP ചേരണം. ഒന്നത്. അങ്ങനെ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല. 2, അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നിൽ നിന്നുള്ള ബഹുജനം, ഞങ്ങൾ ദുർബലപ്പെട്ട് ഞങ്ങളുടെ പിന്നിൽ നിന്നും ബഹുജനം BJP കൂടണം. ഇത് സംഭവിക്കുകയേ അല്ല. ഈ രണ്ടും അതേ നിലയിൽ നടക്കുകയില്ല. അതുകൊണ്ട് 5 സീറ്റ് കിട്ടും, മത്സരിക്കും, കുറെ വോട്ടൊക്കെ പിടിക്കും. ബിഷപ്പുമാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നാണ് പി സി ജോർജ് ഇന്നലെ പറഞ്ഞത്. അത് ബിഷപ്പുമാർ പറയുന്ന പോലെ എല്ലാവരും വോട്ട് ചെയ്യുമെന്ന്. ഒന്ന്, ബിഷപ്പുമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നവർ കാണും. NSSന്റെ പിന്തുണ ഉണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചിട്ട് BJP ചേരാൻ പോയെന്ന് പറഞ്ഞു. അതൊക്കെ കാര്യമൊക്കെ ശരിയാ. ഇതെന്നും പറഞ്ഞാലും കേരള സംസ്ഥാനം UPയോ മധ്യപ്രദേശോ ഗുജറാത്തോ ഒന്നുമല്ല. അതിൽ നിന്നും വ്യത്യസ്തമാണ് കേരളവും കേരള സമൂഹവും. PC ഒറ്റയ്ക്ക് ജയിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ അയാൾ ജനാധിപത്യ പാർട്ടി നിന്നപ്പം BJPയുടെ ആയിട്ട് നിന്ന കുറച്ച് വോട്ട് പിടിക്കും. അതിപ്പോ ഇയാൾ തന്നെ നിന്നാലും പിടിക്കുകയല്ലേ. PC വേണമെന്നൊന്നുമില്ല. PC വേണമെന്നൊന്നുമില്ല. ഇല്ലില്ല, ആര് നിന്നാലും പിടിക്കും. സുരേഷ് ഗോപി ജയിക്കുമോ തൃശ്ശൂര്? സാധ്യതയില്ല. യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അദ്ദേഹം മത്സരിച്ചതാണല്ലോ. ആ ഒരു സാഹചര്യം അല്ലല്ലോ മണിയാശാൻ ഇപ്പൊ ഉള്ളത്. എന്ത് സാഹചര്യം? ആ സാഹചര്യമൊക്കെ മാറി തുടങ്ങുന്നില്ല ഇപ്പൊ. ഒരു മാറ്റവും ഇല്ല. കേരളത്തെ സംബന്ധിച്ചൊന്നും ഒരു മാറ്റവും ഇല്ല. അഖിലേന്ത്യയിലുണ്ട്. അഖിലേന്ത്യാ മാറ്റം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന് ജനങ്ങൾ കൂടുമാറിയത് കൊണ്ടാണ്. കോൺഗ്രസ് ദുർബലപ്പെട്ടു. അതിൽ നിന്ന് BJP ഊർജം പകർന്നു. അത് UP അങ്ങനാണ്. നെഹ്റുവിന്റെ നാടല്ലായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ നാട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, എവിടെ നോക്കിയാലും അങ്ങനെ. പക്ഷെ ആ കൾച്ചർ അതേ നിലയിൽ കേരളത്തിൽ ഇതേവരെ പ്രതിഫലിച്ചില്ല. അതിന് കേരളത്തിൽ അതിൻ്റെതായ പ്രത്യേക അന്തരീക്ഷവും സാഹചര്യവും. ഒരു പ്രാവശ്യം രാജഗോപാൽ ജയിച്ചിരുന്നു. അത് ഒരു സീറ്റ് ജയിച്ചെന്ന് പറഞ്ഞ് എന്ത് പുല്ലും 140 സീറ്റിനകത്ത് ഒരു സീറ്റ് ജയിച്ചെന്ന് കിട്ടിയെന്നാ പറഞ്ഞ BJPക്ക്. അതൊക്കെ ജയിച്ചു. അന്ന് ജയിച്ചാലും പിന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. ഒന്നതാണ്. 2, പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിക്കുന്ന നയങ്ങളുണ്ടാകും. രാമന്റെ സീതയും വിലസിക്കുന്നവൻ്റെ അടുത്ത്, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നവൻ്റെ അടുത്ത്, അരി വാങ്ങാൻ കാശില്ലാത്തവൻ്റെ അടുത്ത്, തുണി മേടിക്കാൻ കാശില്ലാത്തവൻ്റെ അടുത്ത്, തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ അടുത്ത്, സ്വന്തമായി വീടില്ലാത്തവൻ്റെ അടുത്ത് ശ്രീരാമന്റെയും സീതയുടെയും കാര്യം പറഞ്ഞിട്ട് രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. ഇല്ല. അവിടെ പ്രായോഗികമായി വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കാൻ, തൊഴിലില്ലാത്തവന് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ, അതിനുള്ള സാമ്പത്തികവും രാഷ്ട്രീയവും ആയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ കൂടി മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഇപ്പം ഉത്തരേന്ത്യ കഴിഞ്ഞതുപോലെ കേരളത്തിൽ അത്ര എളുപ്പമല്ല. ഉത്തരേന്ത്യ കഴിഞ്ഞ് UPയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് ശക്തമാണ്. കോൺഗ്രസ് ദുർബലപ്പെട്ടിടത്താണ് BJP ശക്തിപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേലും കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യത ഉണ്ടാവും. അത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അതൊന്നും ഇപ്പം നിർവചിക്കാൻ കഴിയില്ല. സാഹചര്യം അനുസരിച്ചാണ്. അതിലപ്പുറം വലിയ ഒന്നും വിപ്ലവം നടത്താൻ PC ഒക്കെ വെറുതെ പറയുന്നതാണ്. ഒരു ആഗ്രഹമായിരിക്കും PC ഒക്കെ പറയുന്നത്. അത് പറയും. അദ്ദേഹം അവിടെ കൂടിയപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി പറയുമല്ലോ. തന്നിൽ അവർ നിരൂപിച്ചാൽ ഇപ്പോൾ ഇയാളെങ്ങനൊരു
വാറ്റമൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്ന ആളല്ലേ. അതുകൊണ്ട് വേണേ ഏതെങ്കിലും സാധനമൊക്കെ കൊടുക്കാൻ കഴിയും. ഗവർണറാക്കുമോ പോലും? ഗവർണറാക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ അവിടെ പോയിരുന്ന ചാപ്പാട് വെച്ച് തിന്നാവുന്നല്ലാണ്ട് എന്നാ കാര്യം വലിയ കാര്യമുണ്ട്. ഗവർണറായ പിന്നല്ല, രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. അതാണ് അങ്ങനെ ആകണം. അതാണ്. അല്ലാതെ ഒരു ഗവർണറായ സ്വജീവിതം രാജ്ഭവന് കഴിഞ്ഞുകൂടാ. അത് അവിടെ നിൽക്കട്ടെ. കാരണം മണിയാശാന്റെ ഒരു എനിക്ക് ഇപ്പൊ മനസ്സിലായത്, ഗവർണർമാർ വേണ്ട എന്നുള്ള കാര്യത്തിൽ മണിയാശാന്റെ ഒരു അഭിപ്രായം എനിക്ക് കിട്ടി. അത് കൃത്യമാണ് പറഞ്ഞത്. ചുമ്മാ ഗവർണർ എന്ന് പറഞ്ഞ പദവി യഥാർത്ഥത്തില് രാഷ്ട്രപതി ഉണ്ടല്ലോ, രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്. പിന്നെ ഈ ഗവർണർമാരെ വെച്ചില്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ചട്ടങ്ങളെയാണ് അവിടെ അവർക്ക് മാമാപ്പണി ചെയ്ത് കൊടുക്കുന്നവരെയാണ് ഗവർണർമാരായി വെക്കുന്നത്. ഇപ്പം BJPക്ക് എന്തും ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ ഗവർണർ. അതായത് അങ്ങേർക്കാണെങ്കിൽ അമ്പം തുമ്പൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. എവിടൊക്കെ പുള്ളി കയറി പോയി എന്ന് അറിയത്തില്ല. പുള്ളി പൊതുപ്രവർത്തനം തുടങ്ങി, ഏതൊക്കെ പാർട്ടി എവിടെല്ലാം പോയി, എന്തെല്ലാം സ്ഥാനത്ത് വന്നു പുള്ളിക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഗവർണർ പദവി എന്ന് പറയുന്നത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. രാഷ്ട്രപതി ഉണ്ടല്ലോ, ഉപരാഷ്ട്രപതിയുണ്ട്. അതിനെന്തെങ്കിലും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ഈ ഗവർണറെ തീറ്റിപ്പോറ്റി സംസാരം രാജഭവനെ തീറ്റിപ്പോറ്റുക അതിൻ്റെ ബാധ്യത. അവര് വരുന്നവരെ ഗവർണർമാരായി നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ സ്വാഭാവികമായി നിയമിക്കുക. അവരെന്നിട്ട് ഇല്ലാത്ത കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ഉപജാപം നടത്തുക. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇനി ഭരണഘടനാ ശില്പികളും പണ്ഡിതന്മാരും ഇതേപ്പറ്റി ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ കാണോ വേണ്ടേ, അതോ വല്ലതും മാറ്റത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് അവരൊന്നും ചിന്തിക്കുന്നതല്ലാണ്. പിന്നെ ഭരണഘടന ഈ പറഞ്ഞ പോലെ ഈ PC ജോർജ് ഗവർണറായി പോകാത്ത നല്ലതാണ് മണിയാശാന്റെ ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള അഭിപ്രായം. അല്ല, പുള്ളി ഗവർണറൊന്നും ആക്കുകയൊന്നുമില്ല അവര്. അതൊക്കെ BJPക്കാര് പറ്റുന്നവര് ആക്കും. പുള്ളി BJPയിൽ ചേർന്നല്ലോ. ചേർന്നെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ബില്ലും ആവുന്നത്. അവർക്ക് അവിടെ വിശ്വസ്തതയും ഏർപ്പാടും എല്ലാവരും നോക്കുകയല്ലേ. മറ്റു സാധനങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് വരും. സാധനങ്ങളൊക്കെ കൊടുക്കും. പണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിലൊക്കെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. ഈ മൂന്നാം മുന്നണി നടപ്പിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദേശീയ തലത്തിൽ ഇന്ത്യ തലത്തില് ഒത്തൊരുമിച്ച് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് അതിൻ്റെ ഉണ്ട്. അതിനകത്ത് കോൺഗ്രസ് ഒരു ശരിയായ നിലപാടെടുക്കേണ്ടതാണ്. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് BJPയെയും നരേന്ദ്രമോദിയെയും അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒന്ന്, കോൺഗ്രസിനെ കൊണ്ട് തനിയെ ഒരു കാരണവശാലും കഴിയില്ല. അതേപ്പറ്റി ബോധം അതിൻ്റെ നേതാക്കന്മാർക്ക് വേണം. മറ്റ് മതേതര ഇടതുപക്ഷ പാർട്ടികളെ എല്ലാവരെയും കൂടെ യോജിപ്പിച്ച ഒരു മൂവ്മെന്റ് ഉണ്ടായാലല്ലാതെ ഈ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയില്ല. അതങ്ങനെ ഒരു മൂവ്മെന്റ് വരണം. BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന ടാക്ടിക്സ് സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് മറ്റ് വിവിധ ഉത്തരേന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുക്കുന്ന നിലപാടൊക്കെ നിർണായകമാണ്. അതൊക്കെ കാത്തിരുന്ന് കണ്ടേ അത് സംബന്ധിച്ച് പറയാൻ പറ്റൂ. ഒരു കാരണവശാലും നരേന്ദ്രമോദി ഇന്ത്യയിൽ ഇനിയും അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്കോ, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കോ, നിയമവ്യവസ്ഥയ്ക്കോ, രാജ്യത്തെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പിനോ, രാജ്യത്തെ പുരോഗമന ശക്തികളുടെ നിലനിൽപ്പിനോ ഗുണമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് അങ്ങനെ തന്നെ ചിന്തിക്കുന്ന പാർട്ടിയാണ്. ആപത്താണ്. കാരണം അവര് ഇപ്പോൾ ഇതൊക്കെ ജനാധിപത്യം ഇതെല്ലാം പറയല്ലോ, അവരുടെ ആത്യന്തികമായ കാഴ്ചപ്പാട് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ്. അങ്ങനെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കൽ രാജ്യത്തെ ഒരിക്കലും ഐക്യപ്പെടുത്തി പോകാൻ പറ്റില്ല. ഇന്ത്യയിൽ ബഹുസ്വരതയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സികളും ജൈനന്മാരും മതവിശ്വാസികളും മതവിശ്വാസികൾ അല്ലാത്തവരും എല്ലാം ഉള്ള ജനസമൂഹമാണ് ഇന്ത്യ സമൂഹം. അതിൽ
ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും ഇന്ത്യയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. തൽക്കാലം ജയിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ദോഷമാവും. പക്ഷെ അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അത് ബോധവാന്മാരാകേണ്ടതുണ്ട്. അതാണ് അതിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും RSS നയിക്കുന്ന BJP ഇന്ത്യയിൽ ഭരണത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ടാക്ടിക്സ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അത് രാജ്യത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള നിലപാട് ഇന്ത്യയിലെ പാർട്ടി ദേശീയ തലത്തിൽ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കണം. അത് കോൺഗ്രസ് പണ്ട് 60 വർഷം ഭരിച്ചു, പണ്ടത്തെ വലിയ വെള്ളുകളായിരുന്നു. പണ്ട് എൻ്റെ പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കണം. ഇതെല്ലാം മനസ്സിലാക്കി നിലപാടെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്ക്, ഞങ്ങളുടെ പാർട്ടിക്കടക്കം ഈ കാര്യത്തെപ്പറ്റി വേണ്ടത്ര ബോധമുള്ള പാർട്ടിയാണ്, കാഴ്ചപ്പാടുള്ളത്. അതെല്ലാം കൂടെ സമന്വയിപ്പിച്ചൊരു സമീപനത്തിൽ പോയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലായിരിക്കും. ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസമൂഹമുള്ളത് ഇന്ത്യയിലാണ്. ഇസ്ലാമിക് രാജ്യങ്ങളിലല്ല. അവിടെ ജനസംഖ്യ കുറവാണ്. ഇവിടെ ജനസംഖ്യ വലിയ ഭീമമായ ജനസംഖ്യ. അതിൽ ഹിന്ദു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനസമൂഹം ഇവിടെ ഇസ്ലാമാണ്. സിഖുകാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ, ഇങ്ങനെ ഉള്ള വിഭാഗമുണ്ട്. അതിനെ എല്ലാം ഏകീകരിക്കാൻ കഴിയണം. RSS എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിന്ദുത്വം അത് മാത്രമാണ്. ഇപ്പം ചില തത്വമൊക്കെ പറഞ്ഞാലും ഇനി അവർ അധികാരത്തിൽ വരാൻ ഇടയായാൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊന്നും ആയിരിക്കില്ല പോകുന്നത്. അത് വലിയ കുഴപ്പത്തിലേക്ക് രാജ്യം പോകും എന്നാണ് ഞാൻ കരുതുന്നത്. BJPയുടെ കയ്യിലേക്ക് അധികാരം പോകാൻ കാരണം അതാണ്. 2 തവണ അടുപ്പിച്ച് പോകാൻ കാരണം അതാണ്. അതിനകത്ത് നെഹ്റുവിന് പങ്കില്ല. അതിന് ശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് നേതൃത്വമാകെ ഈ നിലയിൽ വോട്ടറെ സീറ്റ് അധികാരം, അതിന് ഏത് നാറിയായി കൂടല്. അതാണ് സത്യം. അത് പൊളിക്കണമെങ്കിൽ വിപുലമായ പ്രതിപക്ഷ ഐക്യം ഉണ്ടാവണമെന്ന്. മതേതരത്വവും മതനിരപേക്ഷതയും സംരക്ഷിക്കണം. മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കണം ഭരണഘടനാപരമായി തന്നെ. അത് കഴിയുന്ന ശക്തി ഉയർന്നു വരണം. ആ ഉയർന്നു വരുന്നതിൽ ഇടതുപക്ഷത്തിന് പങ്ക് വഹിക്കാൻ കഴിയും, കോൺഗ്രസിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പണ്ടത്തെ ഇതെന്നും പറഞ്ഞ് അവർ നിന്നാൽ സംഗതി കളി പറക്കട്ടെ, വീണ്ടും കുഴപ്പത്തിലേക്ക് പോകും. അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ BJPയിലേക്ക് കൂടിയിട്ടുണ്ട്. അതെ, ഇനിയും കൂടും. അപ്പൊ വന്ന ഒരാൾ തിരിച്ച് വീണ്ടും BJPയിലേക്ക് പോയി. BJPന്ന് കോൺഗ്രസിലേക്ക് വന്ന് വീണ്ടും BJPയിലേക്ക് പോയി. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ദൗർബല്യമാണ്. കോൺഗ്രസ് നടപ്പിലാക്കിയ ഭരണ നയങ്ങളാണ് ഇന്നത്തെ നില കൈവരിച്ചത്. അത് അയോധ്യ പ്രശ്നം അടക്കം വിവിധ പ്രശ്നങ്ങളിൽ അവരെടുത്ത നിലപാടുകളാണ് ഇന്നത്തെ ഇന്ത്യയിലെ സിറ്റുവേഷൻ ഈ നില രൂപപ്പെടുത്താൻ ഇടയായിരിക്കുന്നത്. അത് മറികടക്കണമെങ്കിൽ BJPയെ എന്തുകൊണ്ടും അവര് RSS നയിക്കുന്ന പാർട്ടിയാണ്. അവരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ മാറ്റാൻ പറ്റുന്ന വളരെ വിപുലമായ ഐക്യം രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നതുണ്ട്. അതിൽ അവർക്കൊരു പങ്ക് നിർണായകമായി വഹിക്കാൻ കഴിയണം. പ്രായോഗിക ബുദ്ധി വേണം. ബുദ്ധിയോടുകൂടി കോൺഗ്രസിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഉറപ്പായി. കോൺഗ്രസ് വളരെ ദുർബലപ്പെട്ടു പോയി. അതിനകത്ത് തന്നെ വന്നതെന്ന് പറഞ്ഞാല് ഈ പണ്ഡിറ്റ് നെഹ്റു, ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇതെല്ലാം ശരിയായിരുന്നു. അതിന് ശേഷം വന്നതിൽ പാളിപ്പോയിട്ടുണ്ട്. നരസിംഹറാവു പാളിപ്പോയി. അദ്ദേഹം എടുത്ത നിലപാടുകൾ വർഗീയവാദികൾ കൂടുതൽ ശക്തിപ്പെടാനിടയായി. പിന്നീട് വന്നേലും അതിനകത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് എത്രമാത്രം മറ്റുള്ളവർ ഉൾക്കൊള്ളുമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്
നെഹ്റു കുടുംബത്തിൻ്റെ പിടിയിൽ നിന്നും മാറേണ്ടതായിരുന്നു. അവര് സോണിയാഗാന്ധിയും മക്കളും ചെയ്യേണ്ടിയിരുന്നത് വിപുലമായ AICC സമ്മേളനം വിളിച്ചു ചേർത്ത് അവരും കൂടി ഒപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ ലീഡർഷിപ്പിനെ ഒരു ഉണ്ടാക്കേണ്ടതായിരുന്നു. പറഞ്ഞ മനസ്സിലായി. സോണിയാഗാന്ധിക്ക് ഒരു പ്രശ്നമുണ്ട്, അവർ ഇന്ത്യക്കാരി അല്ലെന്നുള്ളത് തന്നെയാണ് ഒരു പ്രശ്നം. എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ കാര്യമാണ്. മനസ്സിലായി. ഞാനങ്ങനെ ചിന്തിക്കുന്നതല്ല. അവര് എങ്ങനെയായാലും ഒരു വിദേശ വനിതയാണ്, വിവാഹം കഴിച്ച് ഇങ്ങനെ വന്നു. അപ്പം അവര് ഇതിൻ്റെ കൂടെ കൂടുകയും വലിയ പങ്ക് വഹിക്കേണ്ടതാണ്, വഹിക്കാവുന്നതാണ്. പക്ഷേ ഒരു ബദൽ സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു അത്. അത് ചെയ്യാതെ വന്നതോടുകൂടി നരസിംഹറാവുവിന് ശേഷം രാജീവ് ഗാന്ധിയൊക്കെ ശരിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മരിച്ചില്ല, കൊന്നുകളഞ്ഞല്ലോ ഇതില്ല. ഈ മണിയാശാന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? ഒരു ഉപദേശം. എന്നാ ഉപദേശം? ഒന്ന്, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത് സത്യസന്ധമായി ചെയ്യുക. അതാണ് ഞാൻ പഠിച്ചു വിട്ടിരിക്കുന്ന ഉപദേശം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ മുൻഗാമികളായ ഞങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഉള്ള ചിന്തയിൽ നിന്ന് ഞാൻ എത്തിയിരിക്കുന്ന നിഗമനമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയോ പറയുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി, ഇദ്ദേഹം വ്യക്തിപരമായി മണിയാശാനോട് പറഞ്ഞേക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും കാര്യം ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപദേശത്തിലൂടെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു പ്രസംഗം വിവാദം വന്നപ്പം അത് അത്രയും വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് പുള്ളി എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് പിന്നീട് കേസുമൊക്കെ വന്നു, കേസുമൊക്കെ വന്നു. അത് പുള്ളി പറയാന്ന് പുള്ളി പാർട്ടി സെക്രട്ടറി അല്ലേ എന്നോർത്ത് നമ്മളെ തള്ളിപ്പറയുകയൊന്നും ചെയ്തിട്ടുമില്ല. നമ്മളെ അന്നും എന്നും സംരക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണല്ലോ വൈദ്യുതി മന്ത്രി വരെ ആയത്. കൂടെ നിന്ന ഒരു വലങ്കൈ പോലെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മണിയാശാൻ ഒരു ആപത്ത് വന്നപ്പോ. പിന്നെ നമ്മളെ അത് പുള്ളി ശരിയായ നിലപാടെടുക്കുന്ന ആളാണ്, എപ്പോഴും അങ്ങനെയാണ്. മണിയാശാന്റെ സീർട്ട് വലി നിർത്താൻ കാരണം പിണറായി വിജയനല്ലേ? അതെ നമ്മുടെ പാർട്ടി ഓഫീസ് ഇടുക്കിയിലെ ഉദ്ഘാടനത്തിന് പുള്ളിയും പ്രകാശ് കാരാട്ടും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പൊ എന്നെ അന്വേഷിച്ചു. പാർട്ടി സെക്രട്ടറി ആണല്ലോ. അപ്പം ആളുകൾ പറഞ്ഞു കൊടുത്തു, അത് പുകവലിയാണ്, വലിച്ചു പ്രശ്നമാണ്, പുകവലിക്കാൻ പോയിരിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് ഈ പുകവലി നിർത്തിക്കൂടെ? ഞാൻ ഒറ്റയടിക്ക് നിർത്തിയതാണ് അന്ന് തന്നെ. അല്ല, പുള്ളി പുള്ളി വലിക്കുമായിരുന്നു, ഒറ്റയടിക്ക് നിർത്തിയ. ഒരു കാര്യം ചെയ്യും, ഉടനടുത്ത് ഒരു പുക വലിച്ചേച്ച് കളഞ്ഞേച്ച് നിർത്തിയേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് വേണമെന്നില്ല, നിർത്തിയേക്കാമെന്ന് പറഞ്ഞു അന്ന് തന്നെ. പിന്നെ തൊട്ടിട്ടില്ല. ഇല്ല. വിൽസായിരുന്നു സ്ഥലം വലിച്ചുകൊണ്ടിരുന്നു അല്ലെ? അന്ന് അവിടെ വെച്ച് പടിയിലുണ്ടായിരുന്ന സീറ്റ് വരെ കളഞ്ഞു. അതും കളഞ്ഞു. അത് വലിയൊരു ഒരു ഭാഗ്യമായി എന്ന് തോന്നണല്ലോ ഇപ്പൊ. പിന്നെ അതുകൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നു. അല്ലേ ഇത് വലിച്ചു ഇല്ലാത്ത പ്രശ്നമായി. ആ വലിച്ചതിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പറയും സീറ്റ് വലി നിർത്താൻ. മണിയാശാന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടി വരും നമുക്കൊക്കെ. മണിയാശാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിയമസഭയിൽ, ഇപ്പോൾ ഉള്ള നിയമസഭയിൽ CPM-ന്റെ അല്ല, എതിർ കക്ഷിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു MLA-യുടെ പേര് പറയാൻ പറഞ്ഞ ആരെ പറയും? എതിർ കക്ഷിയിലുള്ള ഒരു MLA-യുടെ പേര് രമേശ് ചെന്നിത്തലയുടെ പേര് പറയും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് സതീശനാണ്. ഇതെല്ലാം മനസ്സിലാക്കി ഇവര് വ്യക്തിപരമായും എനിക്ക് കുറെ എല്ലാം അറിയാമല്ലോ. ആ നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേരാ പറയുക. ഏത് ഞങ്ങളുടെ അല്ലാത്തവരിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട MLA രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായിരുന്നു, മന്ത്രിയായിരുന്നല്ലോ, കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളല്ല ചെറുപ്പത്തിലെ. അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്. കാരണം പെരുമാറ്റവും എല്ലാം രീതിയും മാന്യമായി പെരുമാറുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം മോശമാണെന്നല്ല ഈ പറഞ്ഞത്.
അങ്ങനെ അർത്ഥമില്ല. അങ്ങനെ അർത്ഥമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഇദ്ദേഹത്തിനെയാണ്. അതെ അല്ലേ? അടുപ്പം കൊണ്ടും പുള്ളിയുടെ പെരുമാറ്റം കൊണ്ടും അങ്ങനെ. പെരുമാറ്റം കൊണ്ടും അല്ലെ? പുള്ളി മന്ത്രിയായിരുന്നപ്പോഴും അങ്ങനെ, ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അല്ലെ? ഇടുക്കിയിലൊക്കെ വരാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മള് കുറെ പ്രസംഗങ്ങൾ നിയമസഭയിൽ മണിയാശാൻ നടത്തുന്നുണ്ട്. എനിക്ക് ഏറ്റവും രസകരമായ ശൈലിയായിട്ട് മണിയാശാന്റെ ശൈലിയിൽ പറയും. പിന്നെ PK ബഷീർ ലീഗിന്റെ, അദ്ദേഹത്തിന്റെ സ്റ്റൈല് വേറെയാണ്. അതൊക്കെ എങ്ങനെ ആസ്വദിക്കണം മണിയാശാൻ? അതൊക്കെ പുള്ളി ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ്. എന്റെ സുഹൃത്താണ് പുള്ളി. ഞങ്ങള് ഇഷ്ടക്കാരും ലോഹ്യക്കാരും നന്നായി കാര്യങ്ങൾ പറയും. പുള്ളിയുടേതായ ഒരു ശൈലിയുണ്ട്, എനിക്ക് എന്റേതായ ഒരു ശൈലിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ രസം. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പം നമ്മുടെ സ്പീക്കർ വരെ ഇരുന്ന് ചിരിക്കുന്നതായിട്ടാ ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റൈല് കാണുമ്പോൾ സ്പീക്കർ തന്നെ ചിരിക്കുന്ന അത് പുള്ളിയുടെ രീതിയാ, ശൈലിയാണ്. മണിയാശൻ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പൊ ഉള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നൊക്കെ ചെയ്തേക്കുക. പിന്നെ അവിടെ പാർട്ടി പ്രവർത്തനമായിട്ട് കൂടുക. MLA പണിയൊക്കെ തീർന്നാൽ പിന്നെ അവിടെ പാർട്ടി പ്രവർത്തനമായി ചെയ്യാവുന്നത് ചെയ്ത് ആരോഗ്യത്തിനനുസരിച്ച് ചെയ്തു പോവുക. അത് മരണം വരെ അങ്ങനെ വേണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. നമുക്കും അതൊക്കെ ആഗ്രഹം. അങ്ങനെ മണിയാശാനെ കാണണമെന്നുള്ള ആഗ്രഹക്കാരനൊക്കെയാണ് ഞാൻ വ്യക്തിപരമായിട്ടും. ഈ പാർലമെന്റ് ഇലക്ഷൻ അടുത്തു, ഒരു സീറ്റാണുള്ളത്, ആരിഫ് മാത്രമാണുള്ളത്. ഇത്തവണ എത്ര പിടിക്കുമെന്നാണ്? അത് നമുക്ക് നോക്കാം, മെച്ചപ്പെടും കാര്യങ്ങൾ. പിന്നെ തയ്യാറെടുപ്പാണ്. പിന്നെ അതൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകും. ഈ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇപ്പൊ പിണറായി വിജയന്റെ പേര് ചിലപ്പോൾ പറയുമായിരിക്കാം കൂടുതലും. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിമാരുടെ ശൈലി കൊണ്ടും പ്രസംഗം കൊണ്ടും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ആരുടെ പേര് പറയും? അത് നായനാരുടെ പേര് പറയും, MS-ന്റെ പേരും പറയും, നായനാരുടെ പേര് പറയും, പിന്നെ VS-ന്റെ പേര് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയന്റെ പേര്. നായനാരുടെ പ്രസംഗം ഇഷ്ടമാണ്. പിണറായി സഖാവ് നന്നായി പ്രസംഗിക്കും. അത് വേറെ സ്റ്റൈലാണ്. സ്റ്റൈലാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കും. മണിയാശാൻ ഈ പ്രസംഗങ്ങൾ കണ്ടു വളർന്നതാണല്ലോ, കേട്ടു വളർന്നതാണല്ലോ. കണ്ടും കേട്ടും പ്രവർത്തിച്ചും പിന്നെ പ്രസംഗിച്ചും വളർന്നു. ഈ പ്രസംഗം കൂടുതൽ സ്റ്റൈലിലേക്ക് മണിയാശാൻ ഒരു പ്രസംഗിക്കാൻ പറ്റിയ ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത് 1, 2, 3 എന്ന പ്രസംഗം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് മോചനാടി സ്വന്തം ജില്ലയിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ മേഖലയിലൊക്കെ മണിയാശാന്റെ പ്രസംഗത്തിന് ജനങ്ങൾ ഇരച്ചു കൂടുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അല്ലെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? അല്ലെ? എല്ലായിടത്തും പരിപാടിയായിട്ട് സ്വീകരണമൊക്കെ വെച്ചു, എല്ലാ സ്ഥലത്തും, കാസർഗോഡ് മുതൽ. മണിയാശാൻ ഒന്നും നോക്കാറില്ല, മൈക്ക് നോക്കാറില്ല, സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കില്ല, ക്യാമറ നോക്കാറില്ല. മണിയാശാന്റെ സ്റ്റൈലിലങ്ങ് പ്രസംഗിക്കും. സ്റ്റേജിലിരിക്കുന്നവരെയൊക്കെ നോക്കും. നേതാക്കന്മാരെ എന്നെ കഴിഞ്ഞും വലിയ പുള്ളികൾ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ നോക്കുകയും ചെയ്യും. ഒന്ന് നോക്കും. പിന്നെ അതൊക്കെ നോക്കണം. കീഴ്വഴക്കവും മുസ്ലിം ലീഗ് വന്നാ എടുക്കുവോ? മുസ്ലിം ലീഗ് അത് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചു പോയതാണല്ലോ. ലീഗുമായി ബന്ധം വേണ്ടെന്ന് പണ്ട് തീരുമാനിച്ചതാണ്. ഇനി അത് പുനഃപരിശോധിക്കണമെന്ന് വരികിൽ അത് പാർട്ടി ഉന്നതതലം മുതൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചാലില്ല, അതൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അത് എനിക്ക് പറയാൻ കൊള്ളുന്ന കാര്യവുമില്ല. വരുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ വിളിച്ചാൽ അവർ വരും. പക്ഷെ ഞങ്ങൾ വിളിക്കാൻ ഉള്ള തടസ്സമുണ്ട്. അക്കാര്യത്തിൽ പണ്ട് തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തതാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിനെ കൂട്ടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമുള്ളത് ഒന്ന് ഈ BJP ഉള്ളതുകൊണ്ട് തന്നെയാണ്. BJPയെ ഫലപ്രദമായി ഞങ്ങൾക്ക് ചെറുക്കണമെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലാത്ത മതേതര ശക്തികളുടെ മുന്നണി ഉണ്ടാക്കുന്നതാണ് ശരി. ഞങ്ങൾ വ്യത്യസ്ത നിലപാടെടുക്കണം. മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ നിന്നാൽ അവരെ ചെറുക്കുന്ന കാര്യത്തിലും വിഷമം വരും. BJPയുടെ രാഷ്ട്രീയത്തെ നേരിടാനും വിഷമങ്ങളുണ്ട്. തന്നെയല്ല, അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല എല്ലാം നാനാവശവും കണക്കാക്കിയാണ് ലീഗുമായുള്ള രാഷ്ട്രീയ ബന്ധം വേണ്ട എന്ന് പണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. സിനിമയിൽ അഭിനയമൊക്കെ നിർത്തിയല്ലോ, ഇനി വേണ്ടെന്ന് പാർട്ടി അല്ല എന്നോട് പറഞ്ഞു പാർട്ടി തീരുമാനിച്ചു. പിന്നെ അഭിനയിക്കാനൊക്കെ അവസരം വന്നോ? ഇല്ല, ഞാൻ പോയില്ല അല്ലേ? മോഹൻലാലിനാണ് ഇഷ്ടം, മമ്മൂട്ടിനെയാണ് ഇഷ്ടം? എനിക്ക് രണ്ടുപേരെ ഇഷ്ടം. അത് ഒരു എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. അവർ കലാകാരന്മാരെന്ന നിലയിൽ ഇഷ്ടമാണ്. രണ്ടുപേരും ഒരുപോലെ ഇഷ്ടം. രണ്ടുപേരും സിനിമ സമയം കിട്ടുമ്പോ സിനിമ കാണാറുണ്ടല്ലേ? പിന്നെ എല്ലാം കാണും. തിയേറ്ററിൽ പോയി ആണെങ്കിലും കാണും. ദിലീപിനെ ഇഷ്ടമായി. പിന്നെ ദിലീപിനെ ഇഷ്ടമാണ്. പിന്നെ നടന്മാരെയൊക്കെ നടന്മാരായിട്ട് കണ്ടാൽ മതി. പിന്നെ അങ്ങനെ കണ്ട മോഹൻലാലിനെ ഇഷ്ടമാണ്, മമ്മൂട്ടിനെ ഇഷ്ടമാണ്. മമ്മൂട്ടിയോട് പിന്നെ രാഷ്ട്രീയമായ കാരണം കൊണ്ടുണ്ട് കൂടുതൽ ഇഷ്ടം തോന്നാൻ. കൂടുതൽ ഇഷ്ടം
അത് കാരണം പുള്ളി അങ്ങനെ പാർട്ടി ആ. ചിന്താഗതിക്കാരനും. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് മോഹൻലാലുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? ഉണ്ട്. മോഹൻലാലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നടിമാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. എനിക്ക് ലളിത, പത്മിനി, രാഗിണി ഇവരെയൊക്കെ ഇഷ്ടമായിരുന്നു. പഴയ ആളുകളാണല്ലോ നടിമാര്. നടന്മാരിൽ സത്യൻ, നസീർ, പിന്നെ മമ്മൂട്ടി. അതൊക്കെ പിന്നത്തെ തലമുറയാണ് മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ. മമ്മൂട്ടി, പിന്നെ മോഹൻലാലിനെ ഇഷ്ടമാണ്, ദിലീപിനെ ഇഷ്ടമാണ്, ജയറാമിനെ ഇഷ്ടമാണ്, ഈ കലാകാരന്മാരെയൊക്കെ ഇഷ്ടമാണ്. ഈ മണിയാശാൻ ഈ പണ്ട് സിനിമയ്ക്ക് പോവായിരുന്നോ? വീട്ടിൽ നിന്നൊക്കെ ചാടി പോവായിരുന്നോ? അതൊക്കെ സ്ഥിരം സിനിമ കാണുന്ന ആളല്ലേ. അതല്ലേ? ഒരു സിനിമ പല പ്രാവശ്യം കാണുമായിരുന്നു. കുഞ്ചത്തണ്ണി തിയേറ്ററില്ലേ? ചെറിയ തിയേറ്റർ ഉണ്ടോ കുഞ്ചത്തണ്ണിയില്? അന്ന് അവിടെ ഭയങ്കര ആള് ഇടിച്ചു കയറുന്ന തിയേറ്ററായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു സിനിമ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സിനിമ മാറിയതുപോലും അറിയാതെ പോയി കയറുവാണ്? അല്ലല്ല, എന്നാലും കാണും. കാണും. എങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം മണിയാശാന്? എല്ലാം നല്ല കഥയുള്ളതൊക്കെ ഇഷ്ടമാണ്. സിനിമ കണ്ടിട്ട് വിലയിരുത്തുവോ? കൊള്ളാം, കൊള്ളൂല, പിന്നെ പോയത് അബദ്ധമായി, അങ്ങനെയൊക്കെ വിലയിരുത്തും? അങ്ങനെ ചിലത് സിനിമ കണ്ടത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ ഇടയ്ക്ക് കുറെ സിനിമ ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നു, മോഹൻലാലിന്റെ സിനിമ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കാതൽ കണ്ടോ? കാതൽ ഞാൻ കണ്ടെന്നാ എന്റെ ഒരു ഓർമ്മ. കണ്ടു കാണും. ഓർമ്മയ്ക്കില്ല, അതുപോലെ സിനിമ കണ്ടിട്ടുണ്ട്. അതല്ലേ? നേര് കണ്ടോ മോഹൻലാലിന്റെ? നേര്, ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള. ഉണ്ട്. ഇപ്പൊ പുതിയ മലക്കോട്ട ബാല്യം കണ്ടോ? അത് കണ്ടു. അപ്പൊ എല്ലാ സിനിമയും കാണുന്നുണ്ട്? ഒരുപാട് കാണും. പിന്നെ എന്തായാലും നേരം പോക്കുണ്ട്. എപ്പോഴും നിയമസഭയിൽ കയറിയിരുന്ന് നമുക്കൊരു എൻജോയ്മെന്റ് ചെയ്യാനുള്ള സിനിമ കാണാൻ പോകുന്നു. പാട്ടുകളോട് ഇഷ്ടമുണ്ടോ? പിന്നെ പാട്ട് പാടുവോ? അയ്യോ, അതൊന്നുമില്ല. ഇല്ല. ആരുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേൾക്കാൻ? പാട്ട്, ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ് ഒന്ന്. പിന്നെ ഇവിടുത്തെ പാട്ടുകാരുടെ കാര്യം യേശുദാസ്, ചിത്ര, അങ്ങനെയുള്ള. ഈ ചിത്രയുടെ കാര്യം, ഈ ചിത്ര ഈ ഇടയ്ക്ക് അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിനെതിരെ ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം. അതൊക്കെ എങ്ങനെയാ മണിയാശാൻ കാണുന്നത്? അവരെന്നാ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ല. മണിയാശാൻ എല്ലാം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അവർ ചിത്ര പറഞ്ഞില്ല അയോധ്യ ക്ഷേത്രത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത് അവരുടെ ഒരു ഭക്തിയുടെ മാർഗമായിട്ടാണ് അവർ പറയുന്നത്. അത് അവരുടെ മാർഗം. അത് ആ വഴിക്ക് വിട്ടാ പോലെ. അവർ പോയതിനെ പറ്റി ഇനി അവരുടെ മക്കിട്ടുകാരുടെ കാര്യം എന്താ? ഞാനങ്ങനെ ചിന്തിക്കുന്നത്. അയോധ്യ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ എന്ന് പറഞ്ഞ അവതാരമൂർത്തിയാണ്, ദശാവതാരത്തിൽപ്പെടുന്ന ആളാണ് ഹിന്ദു ആചാരം അനുസരിച്ച്. അവിടെ പോയി ശ്രീരാമന്റെ അമ്പലത്തിൽ പോയി അതിനോട് യോജിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മക്കിട്ടുകാരൻ്റെ ഒരു കാര്യമില്ല എന്ന്. അവിടെ ഒരു വിശ്വാസമാണെന്ന്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി, മനസ്സിലായില്ലേ? ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടുണ്ട്, തൊഴുതൊട്ടൊന്നുമില്ല. കയറിയിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഈ അങ്ങനെയൊക്കെ പോകണമെന്ന് എന്ത് തെറ്റിരിക്കുന്നല്ലേ? എല്ലാവർക്കും അവരെ മതത്തിൽ വിശ്വസിക്കാം. അങ്ങനെയല്ലേ മണിയാശാൻ പറയുന്നത്? പിന്നെ ഞാൻ കിടങ്ങൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. കിടങ്ങൂർ അമ്പലത്തിൽ ഞാൻ കിടങ്ങൂരുകാരനാണല്ലോ. ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. ഈ നേരത്തെ തൊഴുവായിരുന്നു. ഏത് വയസ്സിലൊക്കെ? കുഞ്ഞിലെ. നമുക്ക് പിന്നെ പാട്ടുകൾക്ക് ആയി കഴിഞ്ഞപ്പോ തൊടിയിലൊന്നുമില്ല. പാർട്ടിയിലേക്ക് വന്നപ്പോ പാർട്ടിയൊക്കെ ആയി നേതാവൊക്കെ ആയപ്പോ അങ്ങനെ തൊടിയിരുന്നു. ഈ പറഞ്ഞ ചിത്രയുടെ കേസ് പറഞ്ഞല്ലേ, മോഹൻലാല് ക്ഷണം കിട്ടിയിട്ട് പോയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ എതിരാളികൾ. അതൊക്കെ അത് മോഹൻലാല് പോയില്ല, അത് അദ്ദേഹത്തിന്റെ ഒരു ഭീഷണമാണെന്ന് കൂട്ടിയാൽ മതി. ചിത്ര ഒന്ന് വനിതയല്ലേ, അവര് സ്വാഭാവികമായി ഈ സ്ത്രീകളിൽ എനിക്ക് തോന്നിയിരിക്കുന്ന കൂടുതലും വിശ്വാസം കൂടുതൽ വരുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും. നിങ്ങളിപ്പോ ഏത് ചാനലില്ല? നമ്മൾ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ് ഓൺലൈനാണ്. ആണോ? റിപ്പോർട്ടർ ടി വിന്നൊക്കെ ഇറങ്ങിയില്ലേ? ആണോ? അതെന്നാ പോയി. അതിനൊക്കെ ഇറങ്ങിയോ? അതിലേക്ക് ഇറങ്ങിയിട്ട് എത്ര നാളായി? റിപ്പോർട്ടർ ടി വി ഒക്കെ കാണാറുണ്ടോ ഇപ്പൊ? ഞാൻ എല്ലാം കാണും, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ സമയമില്ലല്ലോ. ചാനൽ ചർച്ചയ്ക്കൊക്കെ വിളിച്ചാൽ പോകാറില്ലേ? പോകാറുണ്ട്. ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവരായിട്ട് തർക്കം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നാവുമല്ലോ അല്ലെ?
നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നു. നിങ്ങളും ഞാനുമായിട്ടൊരു കാര്യത്തിൽ തർക്കം വന്നു, നിങ്ങൾക്ക് നിങ്ങളുടേതായ വീക്ഷണം, ഞാൻ എൻ്റെ വീക്ഷണം, അത് നിങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, തീർന്നു. പിന്നല്ല അതിനിപ്പോ നിങ്ങളോട് ഞാൻ വിരോധിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. എന്നോട് നിങ്ങളും വിരോധിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. പറഞ്ഞ അവിടെ വെച്ച് നമ്മുടെ അഭിപ്രായം പറഞ്ഞു. പിന്നല്ല. മണിയാശാന് ഒത്തിരി സന്തോഷം. പാർലമെന്റ് ഇലക്ഷൻ വരുവാണ്. പൂർവാധികം ശക്തിയോടുകൂടി എല്ലാ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ച് പാർട്ടി ഈ പ്രവർത്തകരെ ആവേശത്തിലാക്കി സീറ്റുകൾ കൂടുതൽ പിടിക്കാനുള്ള ആർജവം ഉണ്ടാകട്ടെ. ഓക്കെ, സന്തോഷം. ലാൽ സലാം. ലാൽ സലാം.